അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി LHB ആയിട്ട് ഓടാൻ പോവാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കോഴിക്കോട് ജനശതാബ്ദിയുടെ ഫസ്റ്റ് LHB റണ്ണാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ലാസ്റ്റ് ആയിട്ട് ICF കോച്ച് വിളിച്ച് ഓടിക്കൊണ്ടിരുന്ന ജനശതാബ്ദി ആയിരുന്നു നമ്മുടെ കോഴിക്കോട് JS. അങ്ങനെ ഇന്ത്യൻ റെയിൽവേയിലെ ലാസ്റ്റ് ആയിട്ട് LHB ആവുന്ന ജനശതാബ്ദിയും കൂടെ ആണ് നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി. അങ്ങനെ ഒരു പ്രത്യേകതയോടെ ഈ വണ്ടിക്കുണ്ട്. സമയം ഇപ്പോൾ രാവിലെ 4:45. നമ്മളങ്ങനെ സെൻട്രലിലേക്ക് പോവാണ്. 5:55 നമ്മുടെ JS ഇവിടെ നിന്ന് വിടുന്നത്. നല്ല തിരക്കാണ് ഇപ്പോൾ സ്റ്റേഷനിൽ. കാരണം ഇപ്പോൾ രാവിലെ മറ്റേ മാംഗ്ലൂർ ട്രിവാൻഡ്രം എക്സ്പ്രസ്സും പിന്നെ അമൃതയൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ സ്റ്റേഷനൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഓട്ടോക്കാരൊക്കെ റെഡി ആയിരിപ്പുണ്ട് ഇവിടെ. നമ്മുടെ JSൻ്റെ റേക്ക് പുതുപുത്തനാണെന്നാണ് ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടത്. നമുക്കെന്തായാലും പോയി നോക്കാം കേട്ടോ. റേക്ക് വന്നോ അതോ റേക്ക് എപ്പോൾ വരും എന്നൊക്കെ നോക്കാവേ. നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ ബ്രാൻഡ് ന്യൂ LHB റേക്കാണ് കിടക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ ലോക്കോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലോക്കോ കേട്ടോ. ഈ റോഡിൻ്റെ ഒരു WP7 ആണ്, 37866. നല്ല ഫ്രഷ് കിടിലൻ P7 ആണ്. നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ പുതിയ ട്രെയിൻ ബോർഡ് കണ്ടോ, പൊളിയല്ലേ. കിടിലൻ ഡിസൈൻ, സിമ്പിൾ ആൻഡ് കിടിലൻ ട്രെയിൻ ബോർഡ് കണ്ടോ. തിരുവനന്തപുരം കോഴിക്കോട് ഇവിടെ നിന്ന് പോകുന്ന വണ്ടിയുടെ നമ്പർ 12076 എന്നാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്സിൻ്റെ പുതിയ LHB റേക്കാണ് കാണുന്നത്. എല്ലാം 26 മെയ്ഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് വല്ലതും ഏതെങ്കിലും കണ്ണൂർ JSൻ്റെ വല്ല കോച്ചൊക്കെ കുത്തിക്കിട്ടിട്ടുണ്ടാവും, അറിയത്തില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് D2ലാണ്, 3ാമത്തെ കോച്ച്. ഇത് D1, അത് D2 കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഫുള്ളൊന്ന് കണ്ടിട്ട് വരാം. ഫുള്ളൊന്നും ഇല്ലെങ്കിലും AC വരെയൊക്കെ പോയി കണ്ടിട്ട് വരാം, കാരണം എല്ലാം സെയിം ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ നമ്മുടെ കോഴിക്കോട് JS. നമ്മൾ എറണാകുളം വരെ പോകുന്ന, അപ്പോൾ എറണാകുളം വരെ പോകുന്ന നമ്മുടെ കോച്ചാണ് ഈ കാണുന്നത്, D2 കേട്ടോ. എല്ലാം 26 മെയ്ഡ് തന്നെയാണ്. ഇതും 26 ആണ്. എന്ത് തിളക്കം വന്നു നോക്കി, തിളങ്ങി ബ്രാൻഡ് ന്യൂ എന്നൊക്കെ പറയത്തില്ലേ, അത് ഇതാണ് കേട്ടോ. എല്ലാം 2026 ഉണ്ടാക്കിയ കോച്ചുകളാണ് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ മിക്സ് ഒന്നുമില്ല. സീറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 90 ഡിഗ്രി മെമു സീറ്റ് തന്നെയാണ് കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല. റിക്ലൈനിങ്ങോ മറ്റേ പുഷ് ബാക്കോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. 90 ഡിഗ്രി മെമു സീറ്റ് തന്നെ അതിൽ. എല്ലാം പുതിയ കോച്ചാട്ടോ, എല്ലാം പുതിയതാണ്. എല്ലാം 26 മെയ്ഡാണ്. പൊളിയാട്ടോ. ഈ വർഷം ഉണ്ടാക്കിയ കോച്ചുകളാണ് എല്ലാം. കിടില കോച്ച്, നല്ല തിളങ്ങുന്നു. അങ്ങനെ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിക്ക് അങ്ങനെ ഫൈനലി ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ AC എനിക്കൊന്നും പഴയതാണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും പോയിട്ട്. AC അത്ര പുതിയതല്ല കേട്ടോ. AC എനിക്ക് തോന്നുന്നു പഴയതാണെന്ന് തോന്നുന്നു പുറത്തോടെ കണ്ടിട്ട്. അകത്തൊക്കെ കൊള്ളാം കേട്ടോ. അകത്തൊക്കെ നൈസാണ് കേട്ടോ. കിടില സീറ്റില്ല അകത്തൊക്കെ. AC ഏത് വർഷം ഉണ്ടാക്കിയാൽ നോക്കട്ടെ. AC കൊള്ളാം കേട്ടോ. ഏത് വർഷം ഉണ്ടാക്കിയാണെന്ന് കോച്ച് കൊള്ളാം, കിടിലൻ കോച്ചാ. AC ഒരെണ്ണം മാത്രമാണ് കുറച്ച് പഴയത്. ഇത് C1 ആണ്, 24 മെയ്ഡാണ്. ബാക്കിയെല്ലാം 26 ആട്ടോ. ഈ C2 C3 എല്ലാം 26 ഉണ്ടാക്കിയ കോച്ചുകളാണ്. AC തുറന്നിട്ടുണ്ട്. നമുക്കൊന്ന് ACയുടെ അകത്ത് കയറി ഞങ്ങൾ AC ഒന്ന് കാണിക്കാം കേട്ടോ. AC തുറന്നിട്ടുണ്ട്. മറ്റേ ഒന്നും തുറന്നിട്ടില്ല. സെക്കൻഡ് സീറ്റിംഗ് ഒന്നും തുറന്നിട്ടില്ല. AC പൊളി മോനെ പൊളി. ഇത് കിടില കേട്ടോ, അടിപൊളി. സാധാരണ നമ്മുടെ LHB AC ചേർക്കാറ് പോലെ തന്നെയാണ്. ഇതിൻ്റെ ICF AC ചേർക്കാർ നിങ്ങൾ കയറിയിട്ടുണ്ടാവുമല്ലോ, വൻ ശോകമാണ്. ഇത് കൊള്ളാം, അടിപൊളി. നല്ല കിടില സീറ്റാണ് കേട്ടോ. നല്ല കുശലും നല്ല പുഷ്പാക്കും നല്ല വീതിയുള്ള സീറ്റ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ AC ചേർക്കാർ കേട്ടോ. കിടിലൻ കോച്ചല്ലേ. നമ്മൾ ACക്കൊന്നും അല്ല പോകുന്നത്, നമ്മൾ നോർമൽ സെക്കൻഡ് സീറ്റിംഗ് ആണ്. വണ്ടി ഫുള്ളാണ് കേട്ടോ. വണ്ടി ട്രിവാൻഡ്രം ടു എറണാകുളമൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കോച്ചിലും ആളുണ്ട്. എല്ലായിടത്തും ഇരിക്കുന്നിടത്ത് ചാർജിങ് പോയിൻറ്റ് 4 വീതമുണ്ട് കേട്ടോ. 4 ചാർജിങ് പോയിൻ്റ് ഉണ്ട് എല്ലായിടത്തും. അതുകൊണ്ട് ചാർജിങ് പോയിൻറ്റിന് പഞ്ഞൊന്നുമില്ല. പക്ഷേ ഈ സീറ്റ്, ഇങ്ങനത്തെ സീറ്റൊക്കെ കിട്ടുന്നവർക്ക് എന്തായാലും നല്ല കോള കേട്ടോ. എനിക്ക് എപ്പോഴും കിട്ടുന്ന ഇങ്ങനത്തെ സീറ്റ്, വിൻഡോ സീറ്റ്. അയ്യോ, അതെന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ഒരിക്കലും അത് മാറ്റാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ AC ചേർക്കാറൊക്കെ പോയി കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ലോക്കോ ഒടിപ്പിച്ചിട്ടുണ്ട്. ലോക്കോ എന്നൊക്കെ പോയി നോക്കാം എന്തായാലും. പുറകിൽ ഏറ്റവും പുറകിലെങ്ങാണ്ട് പഴയ 2-3 കോച്ചൊക്കെ ഉണ്ടെന്നെങ്കിൽ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എറണാകുളം ഇറങ്ങുമ്പോൾ തിരിച്ച് പോകുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ജനശതാബ്ദിക്ക് DL1 എന്ന കോച്ചുണ്ട്. അതായത് ഇതിൽ കുറച്ച് സിറ്റിങ്ങും കുറച്ച് ഭാഗം ലഗേജും പിന്നെ കുറച്ച് ഭാഗം പേഴ്സൺസ് വിത്ത് ഡിസേബിൾഡ് ഫ്രണ്ടി. അപ്പോൾ അവിടെ ഈ റിസർവേഷൻ ഭാഗത്തെ സീറ്റുകളാണ് ഈ കാണുന്നത് കണ്ടോ. അടിപൊളി സീറ്റല്ലേ, നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല കിടിലൻ ബ്രാൻഡ് ന്യൂ എന്നൊക്കെ പറയത്തില്ല, അതിതാണ് കേട്ടോ ബ്രാൻഡ് ന്യൂ. തിളങ്ങുന്ന ഫിനിഷിങ്, കിടിലൻ ഫിനിഷിങ്. അപ്പോൾ DL1 കോച്ചിൻ്റെ സീറ്റൊക്കെ കിട്ടുവാണെങ്കിൽ നൈസായിരിക്കും. പക്ഷേ പുഷ് ബാക്കോ അങ്ങനൊന്നും അല്ല, ഇങ്ങനെ ജനറലൊക്കെ ഇരുന്ന് പോകുന്ന പോലെ പോകേണ്ടി വരും കേട്ടോ. പിന്നെ മുകളിൽ ബർത്തുണ്ട്, ബർത്തിൽ വേണമെങ്കിൽ കയറി കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇതാണ് DL1 കോച്ച് ജനശതാബ്ദിയുടെ. നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ ഫസ്റ്റ് LHB റണ്ണിൻ്റെ ലോക്കോ ആണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. ഈ റോഡിൻ്റെ ഒരു പീസ് മറ്റേ ഹൈ റൈസ് പാൻറ്റോഗ്രാഫൊക്കെ ഉള്ള ലോക്കോ ആണ് കേട്ടോ. അടിപൊളിയല്ലേ, പുതിയ ലോക്കോ ആണ് 37866. അപ്പോൾ ലോക്കോ ഒക്കെ പിടിപ്പിച്ച് കണ്ട് സെറ്റായിട്ടുണ്ട്.
ഈ റോഡിൻ്റെ P7. അപ്പോൾ ക്രൂ ഒക്കെ കയറി ഓൾ സെറ്റ്. 5:15 ഇപ്പോൾ സമയം. 5:55 വണ്ടി കൊടുത്തുള്ളൂ. നമ്മളപ്പുറത്തെ D1 കോച്ച് കേട്ടോ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോച്ച് കാണിച്ചു തരാൻ കാണിക്കാനൊന്നുമില്ല, മെമു സീറ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് GSലെ സീറ്റ് കേട്ടോ, മെമു സീറ്റ്. സ്വാഭാവികമായിട്ട് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്, നടുവൊടിഞ്ഞ് പോകുന്ന ടൈപ്പ് സീറ്റാണ് കേട്ടോ. എൻ്റെ സീറ്റ് ഇവിടെ തൊട്ടടുത്ത കോച്ചിലെ D2ലാണ്. അപ്പോൾ D2ൽ വിൻഡോ സൈഡാണ്. ഷായ ഇവിടെ ഇരിക്കുന്നൊന്നുമില്ല, വ്ളോഗ് ചെയ്യാനൊക്കെ ഇവിടെ ഇരുന്ന ബുദ്ധിമുട്ടാണ്. കോച്ചൊക്കെ കിടിലുമാണ്, നല്ല രസമുണ്ട്, നല്ല വൃത്തിയൊക്കെ കിട്ടും. പക്ഷേ ഈ സീറ്റാണ് വൻ ശോകം കേട്ടോ. ഇവിടെ നിന്ന് കോഴിക്കോടൊക്കെ പോലെ പോകുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഭയങ്കരമായിരിക്കും, നടുവൊടിഞ്ഞ് പണ്ടാരടങ്ങും. വാഷ്റൂം കാണിച്ചു തരാം. സ്വാഭാവികമായിട്ടും പുതിയ വണ്ടി ആയതുകൊണ്ട് നല്ല വൃത്തി കാണും, നല്ല വൃത്തിയുണ്ട്. ഇതാണ് നമ്മുടെ കോഴിക്കോട് GSലെ വാഷ്റൂം കേട്ടോ. ഈ മെമു സീറ്റിനെ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുമെങ്കിലും നെഗറ്റീവ് ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം നല്ല സ്പേസ് ഉണ്ടാക്കത്തെ, ഒന്ന് ശ്വാസം വിട്ടൊന്ന് ഇറങ്ങി നടക്കാം. പഴയ നമ്മുടെ ജനശതാബ്ദിയിലെ സീറ്റുകളോ പോലെയല്ല, അതാണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡുമാണ്, ഭയങ്കര ഇടുങ്ങി ഇരിക്കാൻ പോലും പറ്റത്തില്ലാത്ത ടൈപ്പ് സീറ്റായിരുന്നു. ഇത് പിന്നെയും ഭേദമുണ്ട്. രാവിലെ നല്ല ചൂടെടുത്ത് കണ്ണാടിയിലൊക്കെ വേപ്പറടിച്ച്. ഇന്ന് 5 രൂപ വിടേണ്ട വേനാട് ഇതിനായിട്ട് വിട്ടിട്ടില്ലേ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇപ്പോൾ സമയം 5:35. അപ്പം മിക്കവാറും വേനാട് നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ വേനാടിനെ ഓവർടേക്ക് അടിക്കുമായിരിക്കും. എന്തായാലും വേനാട് ഇവിടുത്തെ എടുത്തതുപോലെ ഇരിക്കും നമ്മുടെ പോക്കം കേട്ടോ. കാരണം വേനാട് നല്ല പ്രയോറിറ്റി ഉള്ള വണ്ടിയല്ലേ. വേനാട് ഇന്ന് ഷണ്ട് ചെയ്ത് വരാൻ കുറച്ച് ലേറ്റായി. 5 രൂപ എടുക്കേണ്ടതാണ്. 5:30 ആയപ്പോഴാണ് ഷണ്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കൊരു കോമഡി ആണോ? വേനാടിൻ്റെ ചെയർക്കാരാണ് നമ്മുടെ ഈ സെയിം കോച്ച് തന്നെയാണ്. അതിന് കണ്ടോ പുഷ് ബാക്ക് സീറ്റ്. ഇത് ജനശതാബ്ദി പ്രീമിയം വണ്ടി എന്നൊക്കെ ഇവിടെ പറയും, ഇതിന് മെമു സീറ്റ്. ആഹാ, എന്താ അല്ലേ. ഇങ്ങനത്തെ ഒരു സീറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ നമുക്ക് പ്രൈവസി തീരെയില്ല, മനസ്സിലായോ? പ്രൈവസിൻ്റെ സാധനമേ ഇല്ല. അതാണ് മെയിൻ ഒരു കൺസേൺ എന്ന് പറയുന്നത്. മൊബൈൽ ചാർജിങ് ആയിട്ട് USB ഉണ്ട്, USB-C ഉണ്ട്, പിന്നെ ഒരു 3 പിൻ പ്ലഗ് ഉണ്ട് കേട്ടോ. ഇത് ട്രിവാൻഡ്രം ടു എറണാകുളം, എറണാകുളം ടു കോഴിക്കോട്, അതാണ് ഇതിന് ആൾക്കാർ കയറുന്ന മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്. N2 ആൾക്കാരും ഉണ്ട്. പക്ഷേ N2 ഇതേപോലത്തെ ഈ മെമു സീറ്റിലൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ നടുവൊടിഞ്ഞ് പണ്ടാരടങ്ങും കേട്ടോ. ഇവർ ഈ മെമു സീറ്റ് വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് തോന്നുന്നു കോസ്റ്റ് കട്ടിങ് ആയിരിക്കും. കാരണം ഇതൊക്കെ നേരെ കൊണ്ട് വെച്ചാൽ പോരെ. പുഷ്പാക്ക് ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം, അത് പണിയാണല്ലോ. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ, കോസ്റ്റ് കട്ടിങ് ആണല്ലോ. മെമുവിനും ഇതിനും കൂടെ ഒരേപോലെ സീറ്റ് ഉണ്ടാക്കി വെച്ചാൽ പോരെ. മിക്കവാറും അതായിരിക്കും. ഈ RCF ഉണ്ടല്ലോ, RCF, MCF, ഈ റെയിൽ കോച്ച് ഫാക്ടറി, മോഡേൺ കോച്ച് ഫാക്ടറി ഒക്കെ ഉണ്ടാക്കുന്ന ചെയർക്കാരൊക്കെ പുഷ് ബാക്ക് സീറ്റാണ്. അപ്പോൾ ഈ പുഷ് ബാക്ക് സീറ്റുള്ള ചെയർക്കാരൊക്കെ കർണാടകത്തിലൊക്കെ ഓടുന്ന കുറേ ഇൻ്റർസിറ്റി വണ്ടികൾക്കൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഈ ICF ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് നമ്മളെടുക്കത്തുള്ളൂ കോച്ചുകളൊക്കെ. അതാണ് മെയിൻ പ്രശ്നം. ശരിക്കും മറ്റേ RCF ഉണ്ടാക്കിയ ചെയർക്കാരൊക്കെ ഇട്ടുകൊണ്ട് നൈസായിരിക്കും, കാരണം അതൊക്കെ പുഷ് ബാക്ക് സീറ്റാണ്. ഈ നമ്മൾ ICF ഉണ്ടാക്കുന്ന ചെയർക്കാരാണ് ഈ മറ്റേ മെമു സീറ്റൊക്കെ ഉള്ളത് കേട്ടോ. എന്തോ പരിപാടിയൊക്കെ അല്ലേ. നമ്മുടെ ജനശതാബ്ദി വേണ്ട ആദ്യം ഇവിടുത്തെ ഡിപ്പാർട്ടാണ്. അവിടെ വേനാട് സ്റ്റിൽ അവിടെ കിടക്കുകയാണ്. 5 രൂപ എടുക്കുന്ന വേനാടാണ്. 5:55 ആയിട്ടും വേനാട് എടുത്തിട്ടില്ല. ഇപ്പോഴെ തന്നെ 35 മിനിറ്റ് ലേറ്റ് ആണ് വരെ. അങ്ങനെ നമ്മൾ വേണ്ട ആദ്യം എടുക്കും കേട്ടോ. ഇതെന്തായാലും ഭയങ്കര റെയർ ഒരു സർക്കംസ്റ്റൻസ് കേട്ടോ. കാരണം വേനാട് ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. വേനാട് ലോക്കൊക്കെ പിടിപ്പിച്ച് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേനാട് ഷണ്ട് ചെയ്ത് വരാൻ താമസിച്ചതാണ് കേട്ടോ. ഇതിന് ലോക്കം ഉണ്ടോ നിങ്ങൾ? വേനാടിൻ്റെ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേക്ക് അടിച്ച ഏതോ ലിവറിയാണ്, മറ്റേ റോയബറി ചെടിനാണ്ട 37069 പൊളി. അങ്ങനെ നമ്മൾ ആദ്യം എടുത്തു. അങ്ങനെ നമ്മുടെ ജനശതാബ്ദിയുടെ ഫസ്റ്റ് LHB റണ്ണാണിത്. LHB കോച്ചിലാണ് ഞങ്ങളുടെ ജനശതാബ്ദി പുറപ്പെട്ടിരിക്കുന്നത് ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്നും ഓൺ ടൈം. ഇനി ഇതിൻ്റെ പഴയ ICF കോച്ചിന് എന്തോ എന്ന് അറിയത്തില്ല. അത് മിക്കവാറും ഇവിടെ ഇടത്തില്ല, വേറെ എവിടെയെങ്കിലും വല്ല സ്പെഷ്യലായിട്ടോ വല്ല ഓടിക്കുമായിരിക്കും. JS ശരിക്കും LHB ആയപ്പോഴാണ് ആ സ്പീഡ് എടുക്കുമ്പോൾ ആ ഒരു ഫീൽ വരുന്നത് കേട്ടോ. ICF വരുന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ICF വരുന്നപ്പോൾ ശരിക്കും 90 കഴിഞ്ഞാൽ 90 kmph ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ കടകടാത്ത പറഞ്ഞാൽ അടിക്കും. പക്ഷേ LHB അങ്ങനെയല്ല, സ്മൂത്ത് റണ്ണാണ്. നമ്മളിപ്പോൾ 110 പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇടല പോകാതെ അറിയോ, അടിപൊളി.
ഞാനുള്ള കോച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ICF ചെന്നൈയിലാണ്. ഫെബ്രുവരി 2026 ഉണ്ടാക്കിയ കോച്ചാണോ. കോഴിക്കോട് GS അങ്ങനെയാണ് ബിഫോർ ടൈം എടുത്ത് നമ്മുടെ വർക്കല ശിവഗിരി സ്റ്റേഷനിൽ കയറാൻ പോകണം. ഇത് മിക്കപ്പോഴും വർക്കലയിൽ ബിഫോർ ടൈം കയറും. 6:32 സമയം, ഇപ്പോൾ 6:29 ആയതേ ഉള്ളൂ. രണ്ടേകാൽ മണിക്കൂർ ലേറ്റായിട്ട് വന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സാണ് ഈ കാണുന്നത്. നോക്ക്, 2.25 മണിക്കൂർ എങ്ങാണ്ടോ വർക്കായിട്ട് എവിടെ പിടിച്ചിട്ടേക്കുമായിരുന്നു തോന്നുന്നു. നോക്ക്, 2.25 മണിക്കൂർ ലേറ്റ് പോരെ, എന്തുവാടേ. കോഴിക്കോട് ജംഗ്ഷനകത്ത് ഇങ്ങനെ ബാങ് ഓൺ ടൈം കൊല്ലം ജംഗ്ഷനിലാണ് കയറുക കേട്ടോ. ബാങ് ഓൺ ടൈം, അടിപൊളി, നല്ല കിടിലം പോക്കാണ് ഇപ്പോൾ പോകുന്നത്. LSP-ൽ സ്പീഡ് കൂടിയ പോലെ ഒരു തോന്നുന്നു, ചുമ്മാ പറഞ്ഞ കേട്ടോ. ICF ആയിരുന്നപ്പോഴും LSP ആയപ്പോഴും സെയിം സ്പീഡ് തന്നെയാണ്. പക്ഷേ LSP ആകുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ആൾക്കാർക്ക് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് വേണാട് ലേറ്റാണ്. അപ്പം ആദ്യം ഈ വണ്ടി വരുന്നുണ്ട്, രണ്ടും ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. അപ്പം ചിലപ്പോൾ ആൾക്കാരൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. രണ്ടും ഒരേപോലെ ഇരിക്കുന്നത്, രണ്ടും വാലേ വരുന്നത്. ബോർഡ് നോക്കാതെ കയറിയ പളി കിട്ടും കേട്ടോ. ഇത് റിസർവ്ഡാണ്. നമ്മളങ്ങനെ കൊല്ലത്ത് നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിനടുത്തത് കായംകുളത്താണ് സ്റ്റോപ്പ്. നമ്മൾ വേഗം എറണാകുളം എത്തും കേട്ടോ. നമ്മൾ 9:10 ആകുമ്പോൾ എറണാകുളം എത്തും. ഇന്നെന്തായാലും അടിച്ച് പറപ്പിക്കുക ആലപ്പുഴ റൂട്ടൊക്കെ. LSP അല്ലേ. ഇന്ത്യൻ റെയിൽവേ ICF-ൽ നീലക്കോച്ച് നിർത്തിയെങ്കിലും LHP-ൽ ഇപ്പോഴും നീലക്കോച്ചുണ്ട്. പക്ഷേ ഈ നീലക്കോച്ചിനെക്കാട്ടും എന്തുകൊണ്ടും ഭംഗിയാണ് മറ്റേ ICF നീലക്കോച്ച് തന്നെയാണ്. അതൊരു വേറൊരു ഭംഗിയാണ് കേട്ടോ, രക്ഷയില്ല. പക്ഷേ ഇതും നൈസാണ് കേട്ടോ, ഇറങ്ങുന്നതെല്ലാം നൈസാണ്. പക്ഷേ ICF-ൽ ഈ സീറ്റാണ് മെയിൻ പ്രശ്നം. സീറ്റ് ഇപ്പോഴും ആ ഒരു മെമു സീറ്റ് തന്നെ. ഈ നീല കളറൊക്കെ ICF-കാരാണ് ഈ പെയിൻ്റ് അടിക്കുന്നത്, നീല പെയിൻ്റ് അടിക്കുന്നത്. ഈ RCF MCF ഒക്കെ ആണെങ്കിൽ ഈ നീല കളറിന് വരെ ഇവിടെ സ്റ്റിക്കറാണ്, നീല സ്റ്റിക്കറാണ് കേട്ടോ. ഇത് ഈ ICF-നുണ്ടാക്കുന്ന കോച്ചുകൾക്കാണ് ഇവർ ഈ നീല പെയിൻ്റ് അടിക്കുന്നത്. ബാക്കിയെല്ലാം സ്റ്റിക്കർ വർക്കാണേ. ഒരു മച്ച് നീഡഡ് അപ്ഗ്രഡേഷൻ ആയിരുന്നു ഈ വണ്ടിക്ക് കിട്ടിയത് കേട്ടോ.
ഇനി LHB ആവാൻ അത്യാവശ്യമായിട്ടുള്ളത് മലബാർ മാവേലിയാണ്, പിന്നെ ഗുരുവായൂർ ചെന്നൈ എഗ്മോർ, പിന്നെ അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇനി LHB ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് അത്യാവശ്യമായിരുന്നു. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 കൊല്ലം മുമ്പേ കിട്ടേണ്ടതാണ്. പക്ഷേ ലേറ്റായിട്ട് കിട്ടിയാലും ഇതിനൊരു റെക്കോർഡുണ്ട്. അതായത് ഇന്ത്യയിൽ ലാസ്റ്റായിട്ട് LHB ആവുന്ന ജനശതാബ്ദിയാണിത്. ലാസ്റ്റായിട്ട് ICF ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ജനശതാബ്ദിയായിരുന്നു ഇത്. ഈ മെമ്മു സീറ്റുള്ള ഈ ചെയർക്കാരൻ്റെ മെയിൻ പ്രശ്നം ഇത്, ഇങ്ങനെ മുഖത്തോട് നോക്കി ഇങ്ങനെ ഇരിക്കേണ്ടത്, നമുക്കൊരു പ്രൈവസി സാധനമില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. നടുവൊടിയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ സീറ്റിന്. കോഴിക്കോട് JS ഇങ്ങനെ വെറും ഒരു 4 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷനിലേക്ക് കയറാൻ പോവാണ്. സമയം 7:30. എന്തായാലും എല്ലാം LHB തരംഗമാണ്. അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി, ഇവിടെ നമ്മുടെ JS, അങ്ങനെ മൊത്തം LHB ആയി. നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷനിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ആലപ്പുഴ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. ആലപ്പുഴ റൂട്ടിൽ കയറുമ്പോൾ ഫുൾ 110 പറപ്പിക്കലായിരിക്കും. അപ്പുറത്ത് നമ്മുടെ വഞ്ചിനാട് കിടക്കുന്നുണ്ടോ, നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി കയറി അതിന് ഓവർടേക്ക് അടിച്ചിട്ട് അത് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അത് ഇനി കുറച്ചായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. ഈ LHB ആകുമ്പോൾ നമുക്ക് തീരെ ട്രാക്ക് സൗണ്ട് ഇല്ല. അതാണ് മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത്. ട്രാക്ക് സൗണ്ട് തീരെ ഇല്ല. ഇതിന് മെയിൻ്റനൻസ് കുറവാണ്. ICFിന് അത്ര മെയിൻ്റനൻസ് വേണ്ട. പിന്നെ സ്പീഡ് നല്ലപോലെ എടുക്കാൻ പറ്റും. വെയിറ്റ് കുറവാണ്. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. പക്ഷേ ഇതിൻ്റെ വാഷ്റൂം ഇപ്പോൾ നല്ലതാണ്. പക്ഷേ നോർമലി LHBയുടെ വാഷ്റൂം ഒന്നും അത്ര പോരാ കേട്ടോ. അങ്ങനെ നമ്മൾ ആലപ്പുഴ റൂട്ടിൽ കയറി. ഇത് ആലപ്പുഴ റൂട്ട്, അത് കോട്ടയം റൂട്ട്. മഴയൊക്കെ പെയ്തപ്പോൾ എന്ത് ഭംഗിയായിരുന്നൊക്കെ, ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ഒരു തുള്ളി വെയിൽ പോലും ഇല്ല. അടിപൊളി കേട്ടോ, കിടിലും വെതറാണ്. എന്തായാലും നമ്മളിപ്പോൾ ആലപ്പുഴ എത്താറായേ. വണ്ടി ഓൺ ടൈമാണ്. ഇത് നല്ല ഓൺ ടൈം ആട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തേഞ്ഞാലേ ഉള്ളൂ, ഇനി തേയാൻ ചാൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഓൺ ടൈം കണ്ട് ആലപ്പുഴ കയറാൻ പോകാം. പക്ക ഓൺ ടൈം അടിച്ച് നമ്മുടെ LHB കോഴിക്കോട് JS അങ്ങനെ ആലപ്പുഴ കയറിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ. ജനശതാബ്ദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ സാധാരണക്കാരുടെ ശതാബ്ദി എക്സ്പ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രാവിലെ പോകുന്നതുകൊണ്ട് നല്ല കിടിലം പ്രയോറിറ്റിയാണ് ഈ വണ്ടിക്ക് ഇവർ കൊടുക്കുന്നത് കേട്ടോ. നല്ല പ്രയോറിറ്റിയാണ്. ഈ കണ്ണൂർ JSനേക്കാളും സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, മീൻസ് റിസർവേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ കോഴിക്കോട് JSന്. കാരണം ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഈ കോഴിക്കോട് JS ശരിക്കും ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട് പോകുന്നതാണ് നല്ല അടിപൊളി റണ്ണ്. തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത് നല്ല തേപ്പ് കിട്ടും. എറണാകുളമൊക്കെ കഴിഞ്ഞിട്ട്, എറണാകുളം അല്ല, ഷൊർണൂർ കഴിയുമ്പോഴേ തേപ്പ് തുടങ്ങും. കുറേ വണ്ടികളൊക്കെ പണിയെടുക്കും. ഓവർടേക്കൊന്നും അല്ല, മുന്നിൽ കുറേ വണ്ടികൾ കാണും. പിന്നെ സ്ലാക്ക് ടൈമൊക്കെ അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് കണ്ണൂർ JS ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂർ പോകുന്നത് വൻ ഷോക റണ്ണാണ്. പക്ഷേ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരുന്നത് നല്ല അടിപൊളി റട്ടും. എന്തല്ലേ 110 നമ്മളിപ്പോൾ പോകുന്നത്, അറിയുന്നില്ല, അതുപോലെ കംഫർട്ടാണ് അകത്ത് കേട്ടോ. നല്ല അടിച്ചു വിട്ട് മിന്നിച്ചാണ് നമ്മുടെ JS പോകുന്നത്. പുറത്താണെങ്കിൽ കാണാൻ നല്ല അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് മൂടൽ
കിടിലൻ കാലാവസ്ഥ. ചൂട് തന്നെ സാധനമില്ല ഇപ്പോൾ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കാനായിട്ട് ചൂടായിരുന്നു, പക്ഷേ ഇപ്പോൾ ചൂടില്ല കേട്ടോ. നമ്മുടെ ജനശതാബ്ദി ഇവിടെ ചേർത്തല സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം 3 ഉണ്ട്, ലൂപ്പ് ചെയ്തു. ഒരു ക്രോസിംഗ് ഉണ്ട് ഇവിടെ, എറണാകുളം ആലപ്പുഴ മെമു. അപ്പോൾ അത് വന്നിട്ട് ഇനി പോകത്തുള്ളൂ കേട്ടോ. സിംഗിൾ ലൈൻ അല്ലേ. മെമു വന്ന് കയറി ഇനി നമ്മുടെ ജേസിന് സിഗ്നൽ വീഴും. ഈ ഒരു ക്രോസിങ് എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വേറെ വണ്ടിയൊന്നും ഇനി ക്രോസിങ്ങിനില്ല. നമ്മളങ്ങനെ കുമ്പളം കഴിഞ്ഞ് എറണാകുളം ജംഗ്ഷൻ എത്താൻ പോവാണ്. ഇതിനു മുമ്പ് ഈ ICF ആയിരുന്നപ്പോൾ ഈ വണ്ടി എറണാകുളം എത്തിക്കൊണ്ടിരുന്ന ശകല ലേറ്റൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. ചിലപ്പോൾ അരമണിക്കൂർ 20 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് കറക്റ്റ് ഓൺ ടൈമാണ്. LHB ആയതിൻ്റെ ആണോ എന്ന് പറയുന്നില്ല. LHB ആകുമ്പോൾ WP7 ലോക്കോയ്ക്ക് നല്ല സ്പീഡിൽ എടുത്തോണ്ട് പോകാൻ പറ്റും, കാരണം വെയിറ്റ് കുറവാണ്. ചിലപ്പോൾ ഇനി അതാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം പൊളിച്ച് നല്ല കിടറണ്ണ കേട്ടോ. നടുവേദന പുറം വേദന പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ പ്രായമായിട്ടൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയുടെ സെക്കൻഡ് സീറ്റിംഗ് എടുക്കുന്നതിലും ബലം AC ചെയർക്കാർ എടുക്കുന്നതാണ്. അതാകുമ്പോൾ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഈ LHBയുടെ AC ചെയർക്കാർ നല്ല സീറ്റാണ്, നല്ല കംഫർട്ടും പുഷ് ബാക്കൊക്കെ ഉള്ള സീറ്റാണ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നല്ല അടിപൊളി റണ്ണായിരുന്നു നമ്മുടെ കോഴിക്കോട് ജേസിൻ്റെ. 9:01 കേട്ടോ. പക്ക ഓൺ ടൈമിന് കയറി നോക്കിക്കാണേ. സത്യം പറയല്ലേ, ഇതിന് LHB കിട്ടിയപ്പോൾ എന്തോ ശാപമോക്ഷം കിട്ടിയ പോലെയാണ്. വണ്ടി നല്ല പോക്ക്. ഞാൻ ഇതിനു മുമ്പ് ICF ആയിരുന്നപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരെണ്ണം തിരുവനന്തപുരം പോയായിരുന്നു. ഒരു കഴിഞ്ഞ വർഷം ലാസ്റ്റാന്ന് തോന്നുന്നു. വെറുത്തുപോയി. ആ കോച്ചാണെങ്കിൽ 90 കയറുമ്പോൾ തന്നെ ഭയങ്കര 90 സ്പീഡിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര അടിയാണ് കിടന്നത്. കടക്കടാന്ന് പറഞ്ഞു അടി ദൈവമേ ഒന്നും പറയണ്ട. ഭയങ്കര കൺജസ്റ്റഡും. പക്ഷേ ഇത് അങ്ങനെ ഇല്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ ഡയറക്റ്റ് കയറ്റുക കേട്ടോ, എങ്ങും പിടിക്കുന്നൊന്നുമില്ല. ഹോം സിഗ്നലൊക്കെ പാസ് ചെയ്തുകൊണ്ട് നമ്മൾ എറണാകുളം ജംഗ്ഷനിലേക്ക് കയറുക. നമ്മളിവിടുത്തെ പ്ലാറ്റ്ഫോം 3 കേട്ടോ കയറ്റുന്നത്. ഇന്ന് 1 മറ്റേ ചെന്നൈ ആലപ്പുഴ വന്നിട്ടുണ്ട്. 2 വണ്ടിയൊന്നുമില്ല, പക്ഷെ നമ്മളെ 3 കയറുന്നത്. ഇൻട്രസിറ്റി 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. 4 മംഗള എക്സ്പ്രസ് കിടക്കുന്നു. ഇന്നെല്ലാം തലതിരിഞ്ഞാണ് കേട്ടോ. സാധാരണ ഇൻട്രസിറ്റിയൊക്കെ 2 കൊണ്ടിടുന്നത്. നമ്മുടെ JS അങ്ങനെ പ്ലാറ്റ്ഫോം 3 കയറി. പക്ക ഓൺ ടൈമാണോ?
അതെ അതെ കണ്ടോ, കറക്റ്റ് പക്ക ഓൺ ടൈം 9:05 കണ്ടോ. ഞാൻ പറഞ്ഞില്ല പക്ക ഓൺ ടൈമിനോട് എറണാകുളം ജംഗ്ഷനിലേക്ക് കയറുമെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓൺ ടൈം എത്തുന്നു. കാരണം ഇത് എപ്പോഴും ലേറ്റ് ആവും. ഇതൊരു 10, 15, 20 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ലേറ്റ് ആവും. പക്ഷേ ഇത് കറക്റ്റ് LSP ആയി അന്ന് തന്നെ പക്ക ഓൺ ടൈം കയറി. ആവശ്യമില്ല, ഇതെങ്ങും പിടിച്ചില്ല കേട്ടോ. അതാണ് നമ്മുടെ JS. ഇനി നമ്മുടെ JS ഡിപ്പാർട്ടായി പോകുന്ന ഒരു വീഡിയോ കൂടെ എടുക്കട്ടെ. JS ഇവിടെ പ്ലാറ്റ്ഫോം 3 വന്നു. അപ്പോൾ മറ്റേ ഇൻട്രസിറ്റി കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസിറ്റിയുടെ പുറകിൽ ഇനി പോകത്തുള്ളൂ. ഇതിന് എനിക്ക് തോന്നുന്നു ഇവിടെ ക്രൂ ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഷൊർണൂരായിരിക്കും ക്രൂ ചേഞ്ച്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇടും, കാരണം ആ ഇൻട്രസിറ്റി ഫ്രണ്ടിൽ പോയണ്ടേ, അതിനി ക്ലിയർ ആയിട്ട് നമ്മൾ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പുറകിലത്തെ കോച്ചുകൾ ഏതാണ്ടൊക്കെ കുറച്ച് പഴയതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും വണ്ടി പോകുമ്പോൾ നോക്കി കാണാൻ പറ്റും പഴയതാണോ അതോ ഏതാ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അടിപൊളിയല്ലേ, നല്ല തിളങ്ങുന്ന റേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം മെയിൻ്റനൻസ് ആയതുകൊണ്ട് ഇത് ഇതുപോലെ ഈ തിളക്കം തന്നെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക്. ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് LHB ആയതുകൊണ്ട് മിക്കവാറും സ്ഥിരം WP7 തന്നെയായിരിക്കും. അല്ലെങ്കിൽ IC ആയിരുന്നപ്പോഴും ഇടയ്ക്കൊക്കെ WP7 വരുമായിരുന്നു. പിന്നെ കുറച്ച് ആളുകളെല്ലാം WP4 തന്നെയായിരുന്നു കേട്ടോ. P7 കൊടുക്കുമ്പോഴാണ് ശരിക്കും ആ LHB ആയിട്ടുള്ള ഒരു സിങ്ക് വരുന്നതും പിന്നെ ആക്സിലറേഷനൊക്കെ കറക്റ്റ് സ്മൂത്ത് ആകുന്നതും കേട്ടോ. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ജംഗ്ഷനകത്ത് സിഗ്നൽ ആയിട്ടുണ്ട് കേട്ടോ, ഓറഞ്ച് വീണ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്കിനി ഫുള്ള് പോകുന്ന ഒരു വീഡിയോ എടുക്കാം. JS 9:05 വന്നിട്ട് 9:15 എടുത്തേക്ക് ഒരു 10 മിനിറ്റ് ഇവിടെ ഇട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ JS സെൻറ്റർ പ്ലാറ്റ്ഫോം 3 നിർത്തുകൊണ്ട് പോവാണ്. എന്താ തിളക്കം നോക്കിയേ, പൊളി തോന്നുന്നുണ്ടോ, അടിപൊളി. ഇതാണ് ഫ്രഷ് എന്ന് പറയുന്നത് കേട്ടോ, പക്ക ഫാക്ടറി ഫ്രഷ് എന്നൊക്കെ പറയത്തില്ല, അത് ഇതാണ്. AC ചേർക്കാറ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെല്ലാം ഇത് ഒരെണ്ണം 25 മേഡാണേ, 25 മേഡ്. പിന്നെ എല്ലാം പുതിയത് കേട്ടോ. പുറകിൽ ഒരെണ്ണമുണ്ട് പഴയത് കേട്ടോ. ഇത് 26 മേഡ് D12, പിന്നെ D13, 25 ഇത് മിക്സാണ് കേട്ടോ. പലതും മിക്സൊക്കെയാണ്. ഈ D14 ആണ് പഴയത് കേട്ടോ. D14 പഴയതാണ്, അത് 24 അത്ര പഴയൊന്നുമില്ല, എന്നാലും 2 കൊല്ലത്തെ പഴക്കമുള്ളൂ. പിന്നെ അതിൻ്റെ ഏറ്റവും പുറകിൽ ഒരു സ്വല്പം പഴയതുകൊണ്ട് D15, പിന്നെ D16, D17. ഏറ്റവും പുറകിൽ ജനറേറ്റർ കാറാണ് കേട്ടോ. D17 സ്വല്പം പഴയതാണ് കേട്ടോ, 24 മേഡ്. ബാക്കിയെല്ലാം ബ്രാൻഡ് ന്യൂ, 2026 ഉണ്ടാക്കിയത്. ഇങ്ങനെ നമ്മുടെ കോഴിക്കോട് JS ഫസ്റ്റ് LHB റണ്ണാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി അങ്ങനെ ഫൈനലി LHB ആയിരിക്കുകയാണ്. അത്യാവശ്യമായിട്ടും LHB ആവേണ്ട വണ്ടിയായിരുന്നു, അതങ്ങനെ ഫൈനലി ആയി. ഇനി ഒരുപാട് വണ്ടി ഉണ്ട്, അതിനകത്ത് പറഞ്ഞാൽ ഒരുപാട് വണ്ടി ഇനി LHB ആവാനുണ്ട്. നമ്മളിനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഇനി അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂർ രാജധാനിക്കാണ് അടുത്ത പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നും നിസാമുദ്ദീനിലേക്ക് പോകുന്ന ഒരു രാജധാനിയുണ്ട്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ രാജധാനിയാണ്. നല്ല അടിപൊളി സർവീസാണത്. കഴിഞ്ഞ വർഷം എങ്ങാണ്ടാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ട്രെയിൻ സർവീസായിരുന്നു അത്. അപ്പോൾ അതിന് നമ്മൾ പോകുന്നുണ്ട്. എന്നിട്ട് നിസാമുദ്ദീനിൽ നിന്ന് നമ്മൾ ജബൽപൂർ വരും. ജബൽപൂർ വന്നിട്ട് നമ്മുടെ സ്വന്തം ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യലിന് കയറി കോയമ്പത്തൂർ വരും. ആ വണ്ടി കുറച്ചാൾ കഴിഞ്ഞാൽ അതെന്തോ റെഗുലറൈസ് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ അയക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് കോയമ്പത്തൂർ വന്നിട്ട് അതെപ്പോഴാണ് കോയമ്പത്തൂർ എത്തുന്നത് അത് അനുസരിച്ച് ഇങ്ങോട്ട് വരും. അത് കോയമ്പത്തൂർ എത്തുന്നത് മിക്കപ്പോഴും ഒരു 10-12 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ ഫസ്റ്റ് LHB റണ്ണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത കാണാൻ പോകുന്ന നമ്മുടെ ബാംഗ്ലൂർ രാജധാനി ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രിപ്പാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം. ബൈ.